ഒരുത്തന്റെയും ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരുത്തന്റെ തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ AKG സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ? DYFIയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളിൽ പഠിപ്പിക്കാൻ? അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ചിലർ പറയുന്നത്, നിങ്ങൾ എന്തിനാ മഹലിൽ എന്ത് പറയണം ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ മഹല്ല് ജമാഅത്തുകൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു ദുഷ്ടലാക്ക് കേരളത്തിലെ CPM-നും DYFIക്കും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേക്ക് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ. ഞങ്ങൾ പറയും, മതബോധമുള്ളവരെ മതബോധത്തോടെ വളർത്താൻ, മതനിഷ്ഠയിൽ വളർത്താൻ, അത് പറയാൻ ഞങ്ങൾ ചങ്കുറപ്പും കൊണ്ടുകൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. SFIയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകൾ നൽകുന്ന സന്ദേശം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ SFI പമ്പെ പരാജയപ്പെട്ട് KSU മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനും MSF-ഉം വമ്പിച്ച വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ SFI കാണിക്കുന്ന മതരാഹിത്യത്തിനും ലിംഗസമത്വത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന പേക്കൂത്തുകൾക്കുള്ള മറുപടിയാണെങ്കിൽ, ഇതാണ് തുടരാൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ബഹുമാനപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്ന വിഷയം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഞാൻ വിടവാങ്ങും.